സോസ് ചെയ്യാൻ വേണ്ടി പഞ്ചസാര വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പാനിൽ. എന്നിട്ട് കൈ കൊണ്ട് തൊടാനേ പാടില്ല. ഒരുപാട് ക്വാണ്ടിറ്റി ഷുഗറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സോസ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം. ഇതിപ്പോൾ നമുക്കൊരു ഇത്രയും 150 ഗ്രാം അല്ലേ ഷുഗർ. അപ്പോൾ ഇതങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരു കോർണറിന് ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് അതങ്ങ് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഈ പാന് പിടിച്ച് ചുറ്റിച്ച് കൊടുക്കുക. അല്ലാതെ നമ്മളിപ്പോഴേ എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കുകയും ചെയ്യാം. മെൽട്ടാവാൻ ടൈം എടുക്കും. കാരമൽ സോസ് റിലയൻസ് ചെയ്യുമ്പോഴൊക്കെ പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോൾ ഇതുപോലെ കൈ ഇളക്കാതെ അങ്ങോട്ട് നിന്നോട്ടെ. ഇപ്പം ഇങ്ങോട്ട് അങ്ങോട്ട് നോക്കേ വേണ്ട. ഫുള്ളിൽ ഗ്യാസിൻ്റെ തീ ഫുള്ളിൽ കേട്ടോ. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ മെൽട്ടായി തുടങ്ങുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ചൂടായി വന്ന് ഇനി നമ്മൾ സിമ്മിലോട്ട് മാറ്റി ഗ്യാസ്. എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. സ്പാച്ചുല ഏതെന്ന് എടുത്താൽ സ്പാച്ചുല എടുത്തേ. ഇതാ വേണമെന്നുണ്ടെങ്കിൽ ഇതാ പതുക്കെ. ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കി കഴിഞ്ഞാൽ ഈ പഞ്ചസാരമ്മൽ ഇളക്കി കഴിഞ്ഞാൽ അതാ കട്ട പിടിക്കുക ചെയ്യുക. അപ്പോൾ കഴിയുന്നതും അതിൽ സ്പാച്ചുലി സ്പൂണും തൊടാണ്ടിരിക്കണം നല്ലത്. ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തിട്ട് അതിനെ മെൽറ്റ് ചെയ്തെടുക്കണം. ഗ്യാസ് സിമ്മിലാക്കണം കേട്ടോ, കളർ ചേഞ്ച് ആയാൽ. കാരണം കഴിഞ്ഞ് പോയാൽ കയ്പ്പ് വരും. അധികം സ്പൂണിട്ട് ഇളക്കാനും പാടില്ല. ചുറ്റിച്ച് കൊടുത്തിട്ട് വേണം അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പഞ്ചസാര സ്പൂണോ മറ്റെന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അതൊരു കട്ട പോലെ അവിടെ കിടക്കും. അത് മെൽറ്റ് ആവാതെ ഇങ്ങനെ ആ ക്രിസ്റ്റൽസ് പോലെ അതിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ നമ്മൾ പ്രളയൻസ് ഉണ്ടാക്കി അതേ പോട്ടായിട്ടാണ് കേട്ടോ. അതിൽ കണ്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു പൊടി പോലെ. അത് ഞങ്ങൾ അരിപ്പ് വെച്ച് വരച്ചെടുത്താൽ അതിലേലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി മിക്സ് ചെയ്തോ. തുറക്കണ്ട കേട്ടോ, നല്ല ചൂടുണ്ടാവും. പഞ്ചസാര കാരമൽ ഭയങ്കര ചൂടാണ്. പിന്നെ അതിലോട്ട് നമ്മൾ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുക. വിപ്പിംഗ് ക്രീം ഒന്നും ചേർക്കരുത് കേട്ടോ. കാരമൽ സോസിന് നല്ല തിക്ക് ഹെവി ക്രീം തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് വടിച്ചൊഴിച്ചോ. പിന്നെ ഇതിലോട്ട് ഞാൻ സോൾട്ട്, ഒരു പിഞ്ച് സോൾട്ട് എന്നല്ല 2 പിഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാൾട്ടി കാരമലിനാണ് ഇതിന് പറയും. അപ്പോൾ സോൾട്ട് നിർബന്ധമാണ്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത്. ഇനി ഗ്യാസ് ആവശ്യമില്ല. ഇനി ഗ്യാസ് കത്തിക്കഴിഞ്ഞാൽ തിക്നെസ് കൂടിപ്പോവും. ഇനി നമ്മുടെ ഈ കാരമൽ സോസിനെ കുറച്ചും കൂടി ഒരു ടേസ്റ്റി ആക്കാൻ, ഒരു പ്രീമിയം ടേസ്റ്റി ആക്കാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്, അത്രയും മതി. ആ വൈറ്റ് ചോക്ലേറ്റ് മെൽട്ടായി കഴിയുമ്പം ആ സാൾട്ടിൻ്റെയും ഇനിയിപ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫഡ്ജി ആയിട്ട് പോകും. ലാസ്റ്റിക്കിറ്റി പറയൂല, നമ്മൾ ചൂയി ആയിട്ട് പോകും. അതിനെക്കാളും നല്ലത് വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ സോൾട്ട് ആഡ് ചെയ്തു, ഫ്രഷ് ക്രീം ആഡ് ചെയ്തു, ബട്ടർ ആഡ് ചെയ്തു, സോൾട്ട് ആഡ് ചെയ്തു, ചോക്ലേറ്റ് ആഡ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ബട്ടർ സ്കോച്ചിന് ഫില്ലിങ് കൊടുക്കാൻ പോകുന്ന കാരമലിൻ്റെ സോസ്. നമുക്കിത് സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ. നമുക്ക് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ നമ്മളിത് കേക്കിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഇതിൽ ബട്ടർ സ്കോച്ചിൻ്റെ മിക്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ഇതിനെ ടേസ്റ്റിയാകും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ സ്പാനിഷ് ഡിലൈറ്റ് പോലുള്ള കേക്കുകൾക്ക് നമ്മൾ ചോക്ലേറ്റ് ഗനാഷും, അതായത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷും അതുപോലെ ഈ കാരമൽ സോസിൻ്റെയും കൂടി കോമ്പിനേഷനാണ് സ്പാനിഷ് ഡിലൈറ്റ്. നമ്മൾ ബട്ടർ സ്കോച്ച് പോലുള്ള കേക്കുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഇതിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് വരും. നേരെ മറിച്ച് നമ്മൾ സ്പാനിഷ് ഡിലൈറ്റ് പോലുള്ള കേക്കുകൾ, കാരമൽ കേക്ക് എന്ന് പറഞ്ഞൊക്കെ ചെയ്യുമ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആഡ് ചെയ്യാൻ പാടില്ല. ഇത് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആഡ് ചെയ്യുന്നത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തല്ലേ? ഓക്കെ, അത് കഴിഞ്ഞു. ഈ ഒരു ബൗളിലോട്ട് മാറ്റി ഇതിലോട്ട് ഒഴിച്ചു.